ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അഷ്പി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക്കിൽ സ്ലീവ് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി കോട്ടൻ്റെ ത്രെഡ്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കളേഴ്സ് ത്രെഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3/4 സ്ലീവിലാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് കുറേ റൗണ്ട്സും സ്റ്റെമ്മും ലീഫും ഒക്കെ നമുക്കിതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3/4 സ്ലീവിനുള്ള മാർക്കിങ് കൊടുക്കണം. ആദ്യം ബോർഡർ ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു 3.5 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചോ നമ്മൾ മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്താണ് നമ്മുടെ ഒരു ഫ്ലവേഴ്സും സ്റ്റെമ്മും ലീഫും ഒക്കെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കിഷ്ടമുള്ള ഒരു അളവിന് നമുക്ക് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്ലവേഴ്സിനായിട്ട് ഞാനിതുപോലെ ഒരു 5 ആയിട്ട് നമ്മുടെ ആ ഒരു റൗണ്ടിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർ വെബ് റോസാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 5 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഓരോ ലൈനും ഓരോ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മൾ ത്രെഡ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ആ ഒരു ലൈനിൽ കൂടി നമ്മൾ ത്രെഡ് കൊണ്ടുവരിക. പിന്നെ ഒരു ലൈൻ വിട്ടതിന് ശേഷം അടുത്തതെടുക്കുക. അങ്ങനെയാണ് സ്പൈഡർ വെബ് റോസ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ് ഈ സ്പൈഡർ വെബ് റോസ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സ്ലീവിൻ്റെ എൻഡിങ് പോർഷനിലാണ് നമുക്കിത് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചസാണിത്. ഓരോ ലൈൻ വിട്ടതിന് ശേഷം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്പൈഡർ വെബ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. നമ്മൾ കുറേ റൗണ്ട്സ് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റൗണ്ട്സിലൊക്കെ നമുക്ക് ഇതുപോലെ സ്പൈഡർ വെബ് റോസ് പല കളേഴ്സിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ റോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ സ്റ്റെം ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിനുശേഷം ബാക്കിൽ നിന്ന് വേണം നമുക്ക് ഈ ഒരു സ്റ്റെം ചെയ്ത് പോകാനായിട്ട്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ 2 സൈഡിലേക്കും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു റോസ് ഫ്ലവർ അല്ലേ, അപ്പോൾ നമുക്കതൊന്ന് കവർ ചെയ്ത് ഫ്ലവർ പോലെ തന്നെ നിൽക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ആദ്യം സെൻറ്റർ ഭാഗത്തേക്ക് നീഡിലും ത്രെഡ് എടുക്കുക. ഒരു സൈഡിൽ നിന്ന് ആദ്യത്തെ ഒരു ഹാഫ് പോർഷൻ നമുക്കൊന്ന് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഈ ഒരു ലീഫ് സ്റ്റിച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റിച്ചസാണ് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം ഹാഫ് പോർഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പോർഷൻസും കൂടെ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ലീഫ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു ലീഫ് സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് കുറേ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിവിടെ ത്രെഡ് എടുത്തിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലൊരു ഡാർക്ക് റെഡ് കളറിലുള്ള ത്രെഡ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാനൊരു സ്റ്റോണും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. ബിഗിനേഴ്സിന് പറ്റിയ ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ്, സ്ലീവ് ഡിസൈനാണ്. അത്ര എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്